Hello, Namaskaram. I am Merin. Welcome to my channel. In this video, we will do a decoupage bottle. But in the decoupage thread. So, video start the channel subscribe 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 the bell icon press the videos notification so, video start so, in the decoupage bottle art but thread decoupage glass bottle, white thread, adhesive glue, white acrylic color, flat brush, decoupage tissue, Mod Podge, varnish. So, this is the decoupage cheyanulladu. Appo ini namukku adu engane cheyyunnennu nokkam. Appo nalladupole clean cheyidu vechekkunna oru bottle aanu eduthekkunnathu. Ee oru bottle like namukku ee oru thread chutti kodukkanam. Thread white color thread ennu edukkanam. Cotton thread aanu nammal use cheyyunna ee oru work nu vendittu. Njan use cheyyunnathu idu oru piping thread aanu. So, available thread this thread I adhesive glue use thread is a bottle art video but simple bottle art edge portion apply thread നല്ലതുപോലെ ഗ്യാപ്പ് ഒന്നും കാണാത്ത രീതിയിൽ ചുറ്റി കൊടുക്കുക. നല്ല വൃത്തിക്ക് ചെയ്താലേ നമ്മുടെ ഡിക്കോപ്പേജും നല്ല വൃത്തിയാവത്തുള്ളൂ. അപ്പോൾ ഒരു ഗ്യാപ്പും ഇല്ലാതെ നല്ല അടുക്കടുക്കായിട്ട് നൂല് നല്ലതുപോലെ ചുറ്റി കൊടുക്കുക. So, നമ്മുടെ ബോട്ടിലിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ത്രെഡ് റോൾ ചെയ്ത് കഴിഞ്ഞു. കണ്ടില്ലേ വളരെ ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് സമയമെടുത്ത് ചെയ്യുക. ഗ്യാപ്പ് ഒന്നും കാണാതെ നല്ലതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക. ഒന്നും മേളിലും താഴെയൊന്നും ആവാത്ത രീതിയിൽ കംപ്ലീറ്റ് പ്ലെയിൻ ആയിട്ടിരിക്കണം. എന്നാലേ നമുക്ക് ഡിക്കോപ്പേജിൻ്റെ തൊട്ടിക്കുമ്പോൾ ആ ഒരു ഫിനിഷിംഗ് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് acrylic color ആണ് അല്ലെങ്കിൽ ജെസ്സോ യൂസ് ചെയ്യാം. ഈ ഒരു വൈറ്റ് കളർ ഈ ഒരു ബോട്ടിലിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. വെള്ളം ഒന്നും ചേർക്കാതെ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് അടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ത്രെഡ് എടുക്കുമ്പോഴും സൂക്ഷിക്കുക. നമ്മൾ വൈറ്റ് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വൈറ്റ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഡിക്കോപ്പേജ് ഒട്ടിക്കുമ്പോൾ ആ ഒരു എടുപ്പ് കിട്ടത്തുള്ളൂ. വേറെ കളർ ആയാൽ ആ ഒരു എടുപ്പ് കിട്ടത്തില്ല. പിന്നെ ഈ വൈറ്റ് കളർ തന്നെ ഇതിനകത്ത് ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണം നമുക്ക് ഡിക്കോപ്പേജ് ഏത് സർഫേസിൽ വേണമെങ്കിലും ചെയ്യാം. അതായത് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ, ഗ്ലാസ് ബോട്ടിൽസിൽ, ടിന്നിൻ്റെ അകത്ത്, വുഡിൻ്റെ അകത്ത് എന്തിൽ വേണമെങ്കിലും നമുക്ക് ഡിക്കോപ്പേജ് ചെയ്യാം. പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് ബേസിക് ആണ്. അതായത് നമ്മൾ വൈറ്റ് ബേസ് കോട്ട് അടിച്ചിട്ടാണ് അതിൻ്റെ മേലിലാണ് നമ്മൾ ഡിക്കോപ്പേജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തു. പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നതിൽ ഒട്ടും പിശുക്ക് കാണിക്കരുത്. കാരണം നല്ലതുപോലെ പെയിൻറ്റ് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഡെക്കോപ്പേജ് തന്നെ തൊട്ടിക്കുമ്പോൾ ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കളർ ഒട്ടും തന്നെ ഡൈല്യൂട്ട് ചെയ്യാതാണ് ഇതിൻ്റെ അകത്ത് അടിച്ചേക്കുന്നത്. അപ്പോൾ നല്ല ഒരു ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്.
ഇതിന് ഡ്രൈ ആവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്കത് ഫിനിഷിംഗ് ആയിട്ട് തോന്നിയില്ലെങ്കിൽ ഡ്രൈ ആയതിനു ശേഷം ഒരു കോട്ടൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. നല്ലതുപോലെ ഡ്രൈ ആയിട്ട് മാത്രമേ നമ്മൾ ഡിക്കോപ്പേജ് ഒട്ടിക്കാവൂ. ഇനി നമുക്ക് ഒരു ഡിക്കോപ്പേജ് ആണ് വേണ്ടത്. ഇപ്പം ക്രിസ്മസ് സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴേ ഒരു ഹോം ഡെക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കി തുടങ്ങണമല്ലോ. അതുകൊണ്ട് ഞാനൊരു ക്രിസ്മസ് തീമിൻ്റെ ഡിക്കോപ്പേജാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൽ 4 പാറ്റേൺ ആണുള്ളത്. നമ്മുടെ ഈ ബോട്ടിലിൻ്റെ അകത്ത് ഒരെണ്ണം വെച്ചിട്ട് കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ട് നമ്മൾ 2 എണ്ണം യൂസ് ചെയ്യുവാണ്. അപ്പോൾ നമുക്കിതൊന്ന് കീറിയെടുക്കാം. ഡിക്കോപ്പേജ് നമ്മൾ ഏതെങ്കിലും ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കീറിയെടുക്കുന്നത്. നമ്മൾ കത്രിക യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ആയിരിക്കും. അപ്പം നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമ്മൾ ഒട്ടിച്ചേക്കുന്നതാണെന്ന്. അതുകൊണ്ട് എപ്പോഴും ഡിക്കോപ്പേജിൽ ബ്രഷ് വെച്ചിട്ട് കീറാൻ നോക്കുക. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ടിഷ്യൂ പേപ്പറിൻ്റെ ചിലതൊക്കെ ഡബിൾ ലെയർ ആയിരിക്കും. ആ ഒരു ലെയർ റിമൂവ് ചെയ്ത് കളയുക. ഇത് സിംഗിൾ ലെയർ ആണ്. ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. ഡിക്കോപ്പേജിൻ്റെ എല്ലാ എഡ്ജസും നമുക്ക് ഇതുപോലെ ഒന്ന് കീറിയെടുക്കണം. ഒരു എഡ്ജ് പോലും ഇങ്ങനെ ഷാർപ്പായിട്ട് ഇരിക്കാൻ പാടില്ല. ഡിസൈൻ പോവാത്ത രീതിയിൽ എല്ലാ എഡ്ജസും ഇതുപോലെ ഒന്ന് കീറിയെടുക്കണം. അപ്പോൾ ടിഷ്യൂവിൻ്റെ എല്ലാ എഡ്ജും നമ്മളൊന്ന് കീറിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ബോട്ടിലിൻ്റെ മേളിൽ വെച്ച് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. ഇങ്ങനൊരു ഡിസൈൻ ആയതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ഓവർലാപ്പ് തന്നെ ചെയ്യണം. ഇത്രയും അധികമാണ്. അതും നമുക്ക് ജസ്റ്റ് ഒന്ന് കീറി കളയണം. ഇനി മോഡ് പോഡ്ജ് ആണ് യൂസ് ചെയ്യുന്നത് ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സെൻറ്ററിൽ നിന്നാണ് എപ്പോഴും ഡിസൈൻ ഒട്ടിച്ചു തുടങ്ങുന്നത്. നമുക്ക് മോഡ് പോഡ്ജ് അപ്ലൈ ചെയ്യാം. വളരെ തിന്നായിട്ടുള്ളൊരു ലെയറാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും പറ്റണം. പറ്റാത്തടുത്ത് പിന്നെ വ്രിങ്കിൾസ് വരും. അതുപോലെ തന്നെ അധികം ആവാനും പാടില്ല. ഒട്ടിച്ചിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക. കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
ഇതേപോലെ ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമ്മൾ എപ്പോഴും ഡെക്കോപ്പേജ് ഒട്ടിക്കുന്നത്. ഒരിക്കലും എല്ലാം മോഡ് പോഡ്ജിൽ ഒട്ടിച്ചിട്ട് ടിഷ്യൂ ഒട്ടിക്കാമെന്ന് പറഞ്ഞ് നിൽക്കരുത്. എല്ലാം കൂടെ ചുളുങ്ങിയിട്ട് മൊത്തം ടിഷ്യൂ കീറിപ്പോവും. എപ്പോഴും ഇങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡെക്കോപ്പേജ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു. എവിടെ ബ്രേക്ക് വന്നതെന്ന് പോലും അറിയാത്ത രീതിയിൽ ജോയിൻ്റ് എല്ലാം നമ്മൾ കറക്റ്റ് ഇതായിട്ട് തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് മോഡ് പോഡ്ജ് വെച്ചിട്ട് ജസ്റ്റ് ഇതിൻ്റെ മേളിൽ കൂടെ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചു കൊടുക്കണം. നല്ലതുപോലെ അവിടെ ആ ത്രെഡിൻ്റെ അകത്ത് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ത്രെഡിൻ്റെ ടെക്സ്ചറും നമുക്ക് കിട്ടും. വളരെ ലൈറ്റായിട്ട് ഒടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മോഡ് പോഡ്ജ് ഒക്കെ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ത്രെഡിൻ്റെ ഡിസൈനൊക്കെ കാണുന്നത് കണ്ടില്ലേ, നല്ല ഒരു ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത്. ത്രെഡിൽ തന്നെ പ്രിൻ്റ് ചെയ്തേക്കുന്നത് പോലെ തന്നെയാണ് തോന്നുന്നത് ഇത്. ഇനി ഈ ഒരു ഒട്ടിച്ചേക്കുന്ന മാർക്ക് ഒന്നും കാണാതിരിക്കാൻ വേണ്ടി, ഒരു പേപ്പർ ബോട്ടിൽ ഒട്ടിച്ചേക്കുന്നതെന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് അക്രാലിക് കളർ വെച്ചിട്ട് പിന്നെയും നമ്മളൊന്ന് ഫിനിഷിങ് ചെയ്യണം. ത്രെഡ് ആയതുകൊണ്ട് നമുക്ക് സ്പോഞ്ച് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. താഴത്തെ പോർഷൻ ആയിട്ടുണ്ട്, അത് ഡ്രൈയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് മേലത്തെ പോർഷനോടെ ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഇവിടെ റിബണാണ് നമ്മൾ ഒട്ടിക്കുന്നത്, അതുകൊണ്ട് അധികം ചെയ്യേണ്ട കാര്യമില്ല.
അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് വൈറ്റും ഗ്രേ കളറൂടെ അടിച്ചിട്ടുണ്ട്, മിക്സ് ചെയ്ത് അടിച്ചിട്ടുണ്ട്, ഒരു സ്നോ ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഡിക്കോപ്പേജ് ഡിസൈൻ അനുസരിച്ച് നിങ്ങൾക്കതൊന്ന് ഒന്ന് മെർജ് ചെയ്യുന്ന രീതിയിൽ ആക്കിയെടുക്കുക. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ റിബണാണ് എടുക്കുന്നത്. പിന്നെ ക്രിസ്മസിൻ്റെ ഒരു തീം ആയതുകൊണ്ട് തന്നെ ഒരു റെഡൊക്കെ വരുമ്പോഴാണ് ബോട്ടിലിനൊരു ഭംഗി വരുന്നത്. അതുകൊണ്ട് ഞാൻ റെഡ് റിബണാണ് യൂസ് ചെയ്യുന്നത്, ഇത് ബോട്ടിലിൻ്റെ നെക്ക് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളുടെ റിബണൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് മൊത്തം പെയിൻറ്റ് ചെയ്ത് എടുത്താലും മതിയാവും. അപ്പം ഞാനിതൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ ബോട്ടിൽ ഇത്രയായി. ഇനി അത് കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ മുത്തോ സീക്വൻസോ നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് ഹെവി ആയതുകൊണ്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വാർണിഷ് ഒക്കെ അപ്ലൈ ചെയ്യാം. വാർണിഷ് അടിക്കുമ്പോൾ പിക്ചർ വാർണിഷ് അല്ലെങ്കിൽ ക്ലിയർ വാർണിഷ് അടിക്കാൻ നോക്കുക. വുഡ് വാർണിഷ് ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ ഓയിൽ ഈ ടിഷ്യൂ പേപ്പറിൻ്റെ തായിട്ട് കംപ്ലീറ്റ് സ്പോയിലായി പോകും നമ്മളുടെ വർക്ക്. അതുകൊണ്ട് ഒന്നെങ്കിൽ പിക്ചർ വാർണിഷ് അല്ലെങ്കിൽ ക്ലിയർ വാർണിഷ് അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതുവരെയും ഡിക്കോപ്പേജ് ചെയ്യാത്തവരും ഡിക്കോപ്പേജ് ചെയ്യുന്നവരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജിലും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അവിടെയും നിങ്ങൾക്ക് എൻ്റെ വർക്ക്സിൻ്റെ അപ്ഡേറ്റ്സ് കാണാവുന്നതാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.